അതുപോലെ വഖഫ് നിയമത്തിൽ വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അത് ഏതോ ചാനലിൽ കാണുകയുണ്ടായി. കാരണം ഇപ്പോൾ പുതിയ മുസ്ലിം സമുദായത്താകെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരെ തിരിക്കാൻ ശ്രമിച്ച അടുക്കളയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് വൈകിച്ചു, അതാ തെറ്റ്. നിയമമെങ്കിലും വായിച്ചു നോക്കണ്ടേ? നിയമത്തിൽ 14ൻ്റെ പ്രൊവിസേ പറയുന്നുണ്ട്, പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ പഴയ നിയമപ്രകാരം രൂപീകരിച്ച ബോർഡ് അതേപോലെ നിൽക്കില്ല, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കണ്ടിന്യൂ ടേം വരെ ഇരുന്ന് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, അല്ല ബോർഡിനുള്ള സംരക്ഷണം പോലും ഇല്ല. എന്ന് മാത്രമല്ല 2013 ഒക്ടോബറിൽ കഴിഞ്ഞ ബോർഡ് UDF പുനഃസംഘടിപ്പിക്കുന്നത് 2014 ഒക്ടോബറിലാണ്. ആ 2014 ഒക്ടോബറിൽ ഒരു വർഷം കഴിഞ്ഞ് പുനഃസംഘടിപ്പിച്ച ബോർഡിനകത്തുണ്ടായിരുന്ന അംഗമാണ് ഇപ്പോഴത്തെ വഖഫിൻ്റെ മന്ത്രി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ഇവർക്ക്? അന്ന് ഞാനുള്ളപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് രൂപീകരിച്ചെന്ന്. ഇതെന്താ, ഈ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് റിട്ടേണിംഗ് ഓഫീസർ വെച്ചു, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് പോയി. അപ്പോൾ ലീഗിൻ്റെ ഒരു കേസ് അവിടെ വന്നു. കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇപ്പോൾ ഉള്ള ബോർഡിന് തുടരാം. ഞങ്ങളുടെ ഗവൺമെൻറ് ഉള്ളപ്പോൾ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. UDF ഈ ഒരു വർഷം 13 ഒക്ടോബർ കഴിഞ്ഞ് 14 ഒക്ടോബർ വയ്ക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി TO സൂരജ് IAS അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ചു. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു തുടരാം. അതുകൊണ്ട് ഈ അടുക്കളയിൽ നിന്ന് നിയമമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും BJPക്ക് വഴങ്ങി എന്നുള്ളതാണ് വഖഫി കണ്ടത്, അവനാണ് PMC കണ്ടത്. അവിടെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ആ സമയത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂണിൽ സമരം ആരംഭിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആദ്യത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മാത്രം സമരം കോൺഗ്രസിന്, പിന്നെ അദ്ദേഹം വിദേശ തിരക്കിലായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് വരാൻ വൈകിയത് കൊണ്ട് 3 റാലി മാറ്റിവെച്ചു കോൺഗ്രസ്. പിന്നെ സമരം കത്തി പടർന്നപ്പോഴും അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം വന്നു എന്നുള്ളത് വളരെ നല്ലത് തന്നെ, കോൺഗ്രസ് ഐക്യ തലത്തിൽ വന്നു. പക്ഷെ അവിടെ പോയപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിക്ക് മാത്രം കാണാവുന്ന ഒരു വാച്ച് ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് മാത്രം കാണാവുന്ന വാച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ, മുഖ്യമന്ത്രിക്ക് മാത്രം കാണാവുന്നത്. അപ്പോൾ ആ ഇരുന്ന മുഖമല്ലേ ഇവിടെ ഒന്ന് കേസിനകത്ത് കേസെടുക്കുമ്പോൾ കണ്ടത്? എങ്ങനെയാണ് കേരളം പോലെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഇതുപോലെ കേസെടുക്കാൻ പറ്റിയത്? അപ്പോൾ പൂർണ്ണമായിട്ടും വഖഫ് പ്രശ്നം, PMC പ്രശ്നം, ഈ കേസെടുക്കുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു വഴങ്ങുന്ന BJPക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞു, ഒപ്പിട്ട ആൾ നിങ്ങൾ ശിക്ഷിക്കും. നിങ്ങളിപ്പോൾ ഒരു സിവിൽ സർവൻറ്റിൽ ഏറ്റവും ഉയർന്ന ആൾ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് എന്തിനാ? ഗവൺമെൻറ്റിന് വേണ്ടി തെറ്റായി പ്രവർത്തിച്ചൊന്നല്ലേ? ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് പവർ കിട്ടി, ഞങ്ങളിത് നടപടി എടുക്കാൻ പോകണു എന്ന് പറഞ്ഞ് പോകണ്ടേ? ക്യാബിനറ്റ് തീരുമാനം എടുക്കാതെ ഞങ്ങൾക്ക് ബൈൻഡിങ് ഇല്ലാന്ന് പറയണ്ടേ? എന്നാ ഇവർ പിരിച്ചുവിടുമോ? ഇപ്പം MOU ഒപ്പിട്ടു, ഞങ്ങൾ ഒരു പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ സ്കൂൾ ഇവിടെ PMC സ്കൂളുകൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങളുടെ നിലപാടതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു RSSൻ്റെ അജണ്ടയാണ് PMC സ്കൂൾ എന്നുള്ളത്. ആ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ മുസ്ലിം ലീഗും UDFും കോൺഗ്രസും തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ PMC നടപ്പിലാക്കില്ല. നിങ്ങൾ ഞങ്ങൾ പിരിച്ചുവിടും. എവിടെ പിരിച്ചുവിടാൻ പറ്റും? മൂക്കിക്കോട് വലിച്ചു കയറ്റാൻ പറ്റും? ഏത് നടപടി സ്വീകരിക്കാൻ പറ്റും? അതിന് പകരം പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇതാ റെഡി എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. ഇതുപോലൊരു അപമാനം ഈ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ എങ്ങനെ ഒരു ഗവൺമെൻറ്റിന്, ഇങ്ങനെ ഒരു പാർട്ടിക്ക്, മുന്നണിക്ക് ഇതുപോലെ മലക്കം പറയാൻ കഴിയുന്നത്? ഫണ്ടാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ ഫണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സെക്രട്ടറി ഒപ്പിട്ടപ്പോൾ അന്ന് പറഞ്ഞല്ലോ ഫണ്ടായിരുന്നു പ്രശ്നം, അതുകൊണ്ട് വകുപ്പ് SSA ശമ്പളം കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം വന്നു, അതുകൊണ്ട് ഒപ്പിട്ടു. പക്ഷെ ഞങ്ങൾ ക്യാബിനറ്റ് എന്ത് ചെയ്തു? ഫണ്ടല്ല പ്രശ്നമെന്ന് കണ്ടു. ഞങ്ങൾ സുപ്രീം കോടതി പോയില്ലേ ഫണ്ടിൻ്റെ വേണ്ടി? കേരളം LDF ഭരിക്കുമ്പോൾ ആർട്ടിക്കിൾ 131 പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന് വേണ്ടി ധീരമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാനം കേരളമല്ലേ? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും സമരത്തിന് നേതൃത്വം നൽകിയത് അന്ന് കേരളം LDF ഭരിക്കുമ്പോഴല്ലേ? നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ SSA ഫണ്ട് അവർ ഒപ്പിട്ടു, ഉദ്യോഗസ്ഥർ ഒപ്പിട്ടു. കഴിഞ്ഞ മന്ത്രിസഭ അത് ക്യാപ്റ്റൻ അബയൻസ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ക്ലോസ് വേണ്ട, ഞങ്ങൾ മുന്നോട്ട് പോയില്ലോ. 5-8 മാസം ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? ഇനി ഇവർ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? സ്കൂളിനുള്ള ഫണ്ട് കിട്ടില്ല. ഫണ്ട് വേണ്ട, ഞങ്ങളും തീരുമാനിച്ചു. കേരളത്തിൽ PMCയുടെ ഫണ്ട് സ്കൂളിന് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സ്കൂളുകളെല്ലാം നല്ല സ്കൂളുകളാണ്. നിങ്ങൾക്ക് വേറെ ഫണ്ട് കിട്ടില്ലേ? ഞങ്ങളെപ്പോലെ അന്തസ്സായിട്ട് സുപ്രീം കോടതി പോകണം.
കോടതി പോകണം, നിലപാട് വയ്ക്കണം. അതല്ല, നിങ്ങൾ ഇതിൻ്റെ പേരിൽ പൂർണ്ണമായിട്ട് നിലപാട് വിഴുങ്ങിയോ? നേരത്തെ ഫണ്ടല്ല പ്രശ്നം എന്ന് പറഞ്ഞത് ആരാ? RSSൻ്റെ അജണ്ടയാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്നവരായിട്ട് സതീശനും ഷംസുദ്ദീനും ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉൾപ്പെടുന്ന ഈ ഗവൺമെൻറ് മാറിയോ? അതിലിപ്പോൾ പറഞ്ഞു അവരെന്ത് നടപ്പിലാക്കാൻ പോകുന്ന RSSൻ്റെ അജണ്ടയാണ്. എങ്ങനെ ഇത്ര പെട്ടെന്ന് കേരളത്തിന് ലോക ചരിത്രത്തിലുണ്ടോ ഇതുപോലെ അതിവേഗതയിൽ അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം?